ഇമിഗ്രേഷൻ ന്യൂസുകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും സന്തോഷ വാർത്ത തന്നെയാണ്. കനേഡിയൻ എക്സ്പീരിയൻസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ കാനഡയിൽ പഠനശേഷം ഇവിടെ ജോലി നേടി, അതായത് ഒരു വർഷത്തെ ജോലിക്ക് ശേഷം PR വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്ട്രീമാണ് കനേഡിയൻ എക്സ്പീരിയൻസ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. അതിലാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും വലിയ ഡ്രോ ഉണ്ടായിരിക്കുന്നത്. അത് 6000 പേർക്കാണ് ഇൻവിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 515 താന്നിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന സ്കോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 522 മെയ്യിൽ നടന്ന ഡ്രോയിലുള്ളത്. അപ്പോൾ അത് 515 എത്തിയിരിക്കുകയാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും ആ സ്കോറിൽ നിൽക്കുന്നവരുണ്ടായിരുന്നു. അവർക്കൊക്കെയാണ് ഈ ഒരു ഡ്രോയിൽ ഇൻവിറ്റേഷൻ ലഭിച്ചത്. അപ്പോൾ പല കുട്ടികളും ഒക്കെ ഇത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ പല പോസ്റ്റുകളും കാണാനിടയായി. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇനി നമുക്ക് ഇത് വീണ്ടും താഴോട്ട് കുറയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കാനഡയിൽ ജോലിയുള്ളവർ ആണ് ചെയ്യുന്നത്. അതിന് കാനഡയിൽ പഠിച്ച ആളുകളും ആയിരിക്കണം. സാധാരണഗതിയിലുള്ള എക്സ്പ്രസ് എൻട്രി ഡ്രോസ് എന്ന് പറയുമ്പോഴേക്കും അത് ലോകത്തിലുള്ള ഏത് രാജ്യങ്ങളിൽ നിന്നും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കാനഡയിൽ പഠിച്ചവർക്കുള്ള ആ പ്രയോജനം ലഭിക്കുന്ന ഡ്രോയാണ് ഈ സമയത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡ്രോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അതായത് മുന്നോട്ടും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞത് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും B കാറ്റഗറി ജോലിയിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് CIC.gc.ca നോക്കാവുന്നതാണ്. അതിൽ കൂടുതൽ വിവരങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിക്കുക. അതിനുശേഷം എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലൊക്കെ തയ്യാറാക്കി നേരത്തെ തന്നെ വെച്ചുകൊള്ളുക. അതോടൊപ്പം തന്നെ ലാംഗ്വേജ് ടെസ്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക. സെൽപിപ്പ്, പിന്നെ IELTS ടെസ്റ്റ് ഒക്കെ നമ്മൾ വീണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം പരമാവധി സ്കോറിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ലാംഗ്വേജ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ B കാറ്റഗറിയിലുള്ള ജോലിയിൽ നിൽക്കുന്നവരാണെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ പെട്ടെന്ന് പ്രോവിൻസുകളൊക്കെ മാറി നമ്മുടെ എക്സ്പീരിയൻസ് കളയാതെ അത് നോക്കുക. ഞാനൊരു റെഗുലേറ്റഡ് കൺസൾട്ടൻ്റ് അല്ല. നമ്മളിങ്ങനെ കേട്ട അറിവുകളും പിന്നെ വായിച്ചുള്ള അറിവുകളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് CIC.gc.ca വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടും ഇത്തരം വാർത്തകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. നല്ല നല്ല വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. കാരണം പല കുട്ടികളുടെയും ഇനിയിപ്പോൾ വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ എക്സ്പയർ ആകുന്ന സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ പലരും മറ്റ് രാജ്യങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും 70,000 കുട്ടികളോളമാണ് ഇനിയിപ്പം ഈ വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ എക്സ്പയർ ആകുന്നത്. അവർക്കൊക്കെ നല്ലൊരു സ്കോർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 480, 470 ആ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 500 താഴോട്ട് ഈ സ്കോർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ആളുകൾക്ക് PR ഇവിടെ തന്നെ ലഭിക്കും. പിന്നെ അവർ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ സാധിക്കും. അവർക്ക് കാനഡയിലേക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ല നല്ല വാർത്തകൾ വീണ്ടും വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒണ്ടാരിയോ എക്സ്പ്രസ് എൻട്രി ഡ്രോ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും 1391 ആളുകൾക്കാണ് ഇൻവിറ്റേഷൻ ടു അപ്ലൈ കിട്ടിയിരിക്കുന്നത്. 670 അതിൻ്റെ സ്കോർ വന്നിരുന്നത്. അതിൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് സ്ട്രീം, പിന്നെ ഇൻ ഡിമാൻഡ് സ്കിൽ സ്ട്രീം, ഫോറിൻ വർക്കർ സ്ട്രീം, ഇത്തരം കാറ്റഗറിയിലാണ് ഡ്രോ നടന്നത്. ഇനി നമുക്ക് BCയിൽ ഉള്ള ഡ്രോയും ഉണ്ട്. അപ്പോൾ അതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് 67 പേർക്കാണ് അതിൻ്റെ ഇൻവിറ്റേഷൻ ടു അപ്ലൈ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ BC PNBയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മറ്റ് പ്രോവിൻസുകളിലെ ഡ്രോസ് നമുക്ക് ശ്രദ്ധിക്കാം എന്നും പറഞ്ഞ് നമ്മൾ മറ്റ് പ്രോവിൻസുകളിലേക്ക് ഓടിപ്പോയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഒണ്ടാരിയോയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പല പ്രോഗ്രാംസുകളും സെർച്ച് ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങളുടെ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റും ഒക്കെ ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. പിന്നെ CIC.gc.ca വെബ്സൈറ്റ് സന്ദർശിച്ച് വിവിധ പ്രോഗ്രാംസുകളെപ്പറ്റി നിങ്ങൾ അവെയർ ആയിരിക്കുക. പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പല ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളിലും ശ്രദ്ധിക്കുക. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ പ്രോഗ്രാമുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇമിഗ്രേഷൻ ന്യൂസിൽ ഈ ആഴ്ചയുള്ളത്. അപ്പോൾ PR-ന് ഇൻവിറ്റേഷൻ ലഭിച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. ഇനിയിപ്പം ലഭിക്കാൻ വേണ്ടി ഇരിക്കുന്നവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമ്മുടെ കൂട്ടുകാരും ആളുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. കാനഡയിൽ എത്തുന്ന ഇന്ത്യൻ വിസിറ്റേഴ്സിനെ ഉടൻ തന്നെ അവരുടെ മാതൃരാജ്യത്തിലേക്ക് തന്നെ തിരിച്ചയക്കുന്നു എന്നുള്ള വാർത്ത പലപ്പോഴും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഇതിൻ്റെ സത്യം എന്താണ്? നമ്മൾ ഏത് രാജ്യത്തിലേക്കാണെങ്കിലും വിസിറ്റ് വിസയിൽ പോകുമ്പോൾ ഏതാനും രേഖകൾ നമ്മളുടെ കയ്യിൽ കരുതിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, എന്തിനാണ് നമ്മൾ ആ രാജ്യത്ത് എത്തിയിരിക്കുന്നത്, എന്നാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്, നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരാണ് നമ്മളെ റിസീവ് ചെയ്യാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാവരുടെ കയ്യിലും ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്.
ഇതൊക്കെ നമ്മൾ കരുതുക. കാനഡയിലെ എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും ഏത് രാജ്യത്തു നിന്നുള്ളവരാണെങ്കിലും അവിടെയുള്ള ഓഫീസേഴ്സ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കും. ആ ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ട് മറുപടി പറയാൻ വേണ്ടി നമ്മൾ പരിശീലിച്ച് തന്നെ വരിക. പ്രത്യേകിച്ചും പേരൻസായിട്ടൊക്കെ ഇവിടെ വരുമ്പോഴേക്കും നമുക്ക് ആദ്യമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കൺസൾട്ടൻറ്റ് ത്രൂ ഒക്കെയാണ് അപ്ലൈ ചെയ്തേക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും വിസിറ്റ് വിസയിലൊക്കെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ കൺസൾട്ടൻറ്റിനെ ബന്ധപ്പെടാനുള്ള അധികാരം ആ സമയത്തുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ലേറ്ററെ വെച്ച് കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കാനുള്ള ഒരു അനുവാദം അവിടെ ഉണ്ടാവും. നമ്മൾ അവിടെ വന്നു കഴിയുമ്പോഴേക്കും പരിഭ്രമിക്കുകയല്ല വേണ്ടത്. ഇത്തരം ന്യൂസുകളൊക്കെ കണ്ട് നമ്മൾ പേടിച്ച് ഇങ്ങോട്ട് വരാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. അപ്പോൾ മക്കളുടെ ഗ്രാജുവേഷനാണ് നമ്മൾ വരുന്നതെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ അത്യാവശ്യം പഠിച്ചിരിക്കുക, എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലെങ്കിൽ അവരോട് തന്നെ പറയുക നമുക്ക് ട്രാൻസ്ലേഷൻ സർവീസ് വേണമെന്നുള്ള കാര്യം. നമുക്ക് ഉടനെ തന്നെ ട്രാൻസ്ലേഷൻ സർവീസ് അവിടെ കിട്ടും. അടുത്ത പ്രശ്നത്തിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും, അതായത് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് അഭയാർത്ഥിയാവാൻ വേണ്ടി ഓഫീസേഴ്സ് നിർബന്ധിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ ഇവിടെ വന്ന ശേഷം ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ല, ക്വസ്റ്റ്യൻസ് ഒന്നും കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടില്ല, അവർക്ക് സംശയം തോന്നി. അപ്പോൾ അവർ പറയുന്നത് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഭയാർത്ഥിയായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ക്ലെയിമിന് വേണ്ടി മുന്നോട്ട് വരാം എന്നാണ് പറയുന്നത്. അത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളതിനെ കണ്ടമാനം ഒരു ഹൈപ്പ് കൊടുത്ത് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്ത് അടുത്ത ആഴ്ചയിൽ വെള്ളിയാഴ്ച തന്നെ നമ്മുടെ ഇമിഗ്രൻ്റ് ടെയിൽസ് ഇംഗ്ലീഷ് ചാനലിട്ടേക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇമിഗ്രൻ്റ് ടെയിൽസ് വീഡിയോ ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ലൈവ് സെഷനിലും ഇത് സംബന്ധിച്ചുള്ള ഒരു ഡിസ്കഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതാണ് വെള്ളിയാഴ്ചയുള്ള 10:30 ലൈവ് സെഷൻ. വെതർ അപ്ഡേറ്റ്സ് നോക്കിക്കഴിയുമ്പോഴേക്കും പ്രധാനമായിട്ടും ടൊറൻറ്റോയിലും GTA-യിലും നല്ല മഴയുണ്ടായിരുന്ന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് പെയ്ത മഴയായിരുന്നു. ഡൗൺ ടൗണിൽ പ്രത്യേകിച്ചും 86.7 മില്ലിമീറ്ററാണ് മഴ രേഖപ്പെടുത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ ഫ്ലഡിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഡോൺ വാലി പാർക്ക് വേ, പിന്നെ ഡൗൺ ടൗൺ യൂണിയൻ സ്റ്റേഷൻ മുതലായ സ്ഥലങ്ങളിലൊക്കെ 2-3 ദിവസത്തേക്ക് തന്നെ ട്രാഫിക്കൊക്കെ നിശ്ചലമായിരുന്നു. അവിടെ പ്രത്യേകിച്ചും റെസ്ക്യൂസൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിരവധി ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 13 പേരെ ഫയർഫോഴ്സ് വന്നാണ് രക്ഷപ്പെടുത്തി, അവരുടെ കാറൊക്കെ ഫ്ലഡഡ് ആയതിനു ശേഷം. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ആണെന്നുള്ള കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് BC-യിലോട്ട് നോക്കി കഴിയുമ്പോഴേക്കും അവിടെ ഇപ്പോൾ കാട്ടുതീ തുടരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വെതർ അപ്ഡേറ്റ്സ്. ഇപ്പോൾ വെതർ അപ്ഡേറ്റ്സ് ഒക്കെ എപ്പോഴും ഇവിടെ നിങ്ങൾ നോക്കിയിരിക്കുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ചേഞ്ചസ് വരുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് കാനഡയിലെ വെതറിനെ ഒട്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ല. എപ്പോഴും വെതർ ആപ്പ് നോക്കിയിട്ട് തന്നെ വേണം പോകാൻ. പിന്നെ ചൂട് അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ആയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ. അപ്പോഴേക്കും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഏതൊക്കെയാണ് സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അത് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണുക. ആൽബർട്ടയിലും ചൂട് കൂടാൻ സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. 26 മുതൽ 36 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇനിയിപ്പോൾ അടുത്ത മാസം കാൽഗറിക്ക് പോകുന്നുണ്ട്, എഡ്മണ്ടനും സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫെയർ അവിടെ നടക്കുന്നത്, ഇമിഗ്രൻ്റ് ഫെയർ, ജോബ് ഫെയർ നടക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഈ ഫെയർ നടക്കുന്നത്. എല്ലാവരും അവിടെ എത്തിച്ചേരുക, അവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വിവിധ കമ്പനികളൊക്കെ അവിടെ ഉണ്ടാവും. ആ കമ്പനികളെയൊക്കെ പരിചയപ്പെടുക. അങ്ങനെ പരിചയപ്പെട്ട് നല്ല ജോലികൾക്കുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കനേഡിയൻ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സർവീസുകളോട് പരിചയപ്പെടുത്തുന്നതാണ്. അമേരിക്കൻ വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായ വെടിവയ്പ്, ട്രംപ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ട്രംപിനെ വെടിവെച്ചയാൾ 20 വയസ്സുകാരനാണ്. പിന്നെ ആ ക്യാമ്പയിനിലുണ്ടായിരുന്ന ഒരാളും മരിച്ചു. പിന്നെ വെടിവെച്ചയാളും കൊല്ലപ്പെട്ടു. ഇനി മുന്നോട്ട് വരാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ട്രംപിനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ JD വാൻസ് എന്ന് പറയുന്ന ആളെയാണ് വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. JD വാൻസ് എന്ന് പറയുന്നത് വളരെ പ്രമുഖനായ ഒരു നേതാവാണ്. ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യൻ വംശജയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിലും വായിക്കുകയുണ്ടായി. JD വാൻസ് എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനാണ്. 39 വയസ്സേ ഉള്ള അദ്ദേഹത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് ഇനിയിപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ബൈഡൻ്റെ പ്രഖ്യാപനവും ഇനി അധികം താമസിയാതെ ഉണ്ടാവും. ഡെമോക്രാറ്റിക്
നേതാവ് ആര്, സ്ഥാനാർത്ഥി ആര് എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. കനേഡിയൻ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ എല്ലാ കാര്യങ്ങളും പോകുന്നു. പ്രത്യേകിച്ച് വാർത്ത ഈ ആഴ്ച നമുക്ക് ഒന്നും തന്നെയില്ല. പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കൺസർവേറ്റീവ് പാർട്ടി അവരുടെ ക്യാമ്പയിൻ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലിബറൽ ഗവൺമെൻറ്, ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്, അവരും പല മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇൻ പേഴ്സൺ മീറ്റിങ്സ് നടത്തി ആളുകളുടെ ഇടയിൽ സർവേയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ട് നമ്മുടെ സെൻട്രൽ വെച്ച്. ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR, പിന്നെ സെക്യൂരിറ്റി ട്രെയിനിങ്, പിന്നെ നഴ്സസ്, PSW ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് CPR ട്രെയിനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ആർക്കെങ്കിലുമൊക്കെ ചേരണമെന്നുണ്ടെങ്കിൽ info@canadianskills.ca ഇമെയിൽ അയയ്ക്കുക. പിന്നെ PR-ൽ വന്നിട്ടുള്ളവരൊക്കെ നിങ്ങൾക്ക് വേണ്ട സർവീസുകൾ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇമെയിൽ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് തരുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കോഴ്സുകൾ, അതോടൊപ്പം തന്നെ ചൈൽഡ് ബെനിഫിറ്റ് ആപ്ലിക്കേഷൻ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അത്യാവശ്യം ആർക്കെങ്കിലുമൊക്കെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇമെയിൽ അയയ്ക്കുക. നമ്മൾക്ക് അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ ലീഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആഴ്ചയും ആശംസിക്കുന്നു. പിന്നെ നമുക്ക് അടുത്ത ആഴ്ചയുള്ള ലൈവ് സെഷനിൽ വെള്ളിയാഴ്ച കാണാം. 10:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വീഡിയോകളുടെ താഴെ തന്നെ കൊടുത്തേക്കുക. അതൊക്കെ ഞാൻ അന്ന് വായിച്ച് അതിനുള്ള മറുപടികൾ നൽകുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.